ഹലോ, നമ്മൾ വി ബി ടി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി ബി ടിയിലെ ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷൻ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ. സോ ഹൈബ്രിഡൈസേഷൻ എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ലിനസ് പോളിംഗ് ആണ്. ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഹൈബ്രിഡൈസേഷൻ? Hybridization is defined as the process of intermixing of various atomic orbitals of slightly different energies in same atom with the redistribution of their energies to yield a new set of the same number of orbitals of equivalent energies and shapes. അതായത് ഒരു ആറ്റത്തിനകത്തുള്ള സെയിം ആറ്റത്തിനകത്തുള്ള സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ്, വേരിയസ് അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർമിക്സിങ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ന്യൂ സെറ്റ് ഓഫ് ദ സെയിം നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ഇക്വാലന്റ് എനർജീസ് ആൻഡ് ഷേപ്സ്. അപ്പോൾ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ ഇന്റർമിക്സ് ആയത് അത്രയും പുതിയ ഓർബിറ്റൽസ്, പുതിയ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഓഫ് ഇക്വലന്റ് എനർജീസേയും ഏകദേശം ഇക്വലന്റ് ആയിട്ടുള്ള എനർജിയും ഷേപ്പുമുള്ള പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈബ്രിഡൈസേഷന്റെ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർബിറ്റൽസ് അണ്ടർഗോയിങ് ഹൈബ്രിഡൈസേഷൻ ഷുഡ് ഹാവ് കമ്പയറബിൾ എനർജീസ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ വിധേയമാകുന്ന, ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യുന്ന ഓർബിറ്റൽസിന് എന്ത് വേണം? കമ്പയറബിൾ എനർജി വേണം. കമ്പയറബിൾ എനർജി വേണം. ഏകദേശം സെയിം ആയിട്ടുള്ള, സിമിലർ ആയിട്ടുള്ള എനർജി, ക്ലോസ് ആയിട്ടുള്ള എനർജി റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇന്റർമിക്സ് ചെയ്തിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാനാവുള്ളൂ. Then the orbitals present in the valence shell of the atom, sometimes along with those of an inner shell too, if energetically comparable, take part in hybridization. So valence shell of atom, ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ പ്രസന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. ചില കേസുകളിൽ ഇന്നർ ഷെല്ലുള്ള, വാലൻസ് ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ ഓർബിറ്റൽസ് കൂടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാറുണ്ട്. ഇഫ് എനർജറ്റിക്കലി കമ്പയറബിൾ, എനർജറ്റിക്കലി കമ്പയറബിൾ ആണ് എങ്കിൽ തൊട്ടടുത്ത ഷെല്ലിലുള്ള ഓർബിറ്റൽസും കൂടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാറുണ്ട്. ഓക്കെ, സംടൈംസ് പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു ഈൽഡ് ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് മേ ടേക്ക് പ്ലേസ് പ്രയർ ടു ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഒരു ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതിന് മുന്നേ ചിലപ്പോ ഒരു ലോവർ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു ഹയർ ഓർബിറ്റലിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഹൈബ്രിഡൈസേഷന് മുന്നേ. പക്ഷെ ഇങ്ങനെ ഒരു എക്സൈറ്റേഷൻ നടത്തണം എന്നുള്ളത് ഒരു എസെൻഷ്യൽ കണ്ടീഷൻ അല്ല, നിർബന്ധമുള്ള കാര്യമല്ല. ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. Half-filled orbitals and sometimes full-filled orbitals of the valence shell participate in hybridization. സോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഫുള്ളി ഫിൽഡ് ആയിരിക്കും. അപ്പൊ ഇത്തരം ഓർബിറ്റൽസ് ആണ് എന്ത് ചെയ്യുക? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് എക്സാംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സാലന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു the number of hybrid orbitals produced is equal to the number of atomic orbitals that take part in the process of hybridization. Hybridization എന്ന പ്രോസസ്സിൽ പങ്കെടുക്കുന്ന അറ്റോമിക് ഓർബിറ്റൽസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇപ്പൊ 3 അറ്റോമിക് ഓർബിറ്റൽ ഇന്റർമിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് കിട്ടുക. ഇനി 4 അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിരിക്കും. അപ്പൊ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുന്നത് അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓർബിറ്റൽസ്, ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് പ്രൊഡ്യൂസ്ഡ് ആർ ഇക്വലന്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ് ജനറലി. സോ ജനറലി എടുത്ത് നോക്കുകയാണെങ്കിൽ എനർജിയും ഷേപ്പും ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഈക്വലന്റ് ആയിരിക്കും. A hybrid orbit is better oriented or directed than an unhybridized orbital. The hybrid orbitals are thus more effective in forming stable bonds than pure atomic orbitals.
അപ്പോൾ നേരത്തെ നമ്മൾ ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡയറക്ഷണലി മോർ ഓറിയന്റഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു ഓർബിറ്റൽ എടുക്കുമ്പോൾ ആറ്റോമിക് ഓർബിറ്റൽ എടുത്ത് നോക്കുമ്പോൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റ് ആണ് പാരന്റ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റലിനേക്കാളും ബെറ്റർ ഓറിയന്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബെറ്റർ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉള്ളത് ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിനേക്കാളും ഹൈബ്രിഡ് ഓർബിറ്റലിനാണ്. സോ അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന ബോണ്ട് കൂടുതൽ ഇഫക്റ്റീവ് ആണ്, കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും. ഓക്കെ, ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഓറിയന്റഡ് ഇൻ സ്പേസ് ഇൻ പ്രിഫേർഡ് ഡയറക്ഷൻസ് such that there is least repulsion between electron pairs and there is a stable arrangement. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ത് ചെയ്യും? ഇതിന് ഓരോ പ്രിഫേർഡ് ഡയറക്ഷൻസിൽ സ്പേസിൽ ഓറിയന്റ് ചെയ്ത് നിൽക്കും. എന്തിന്? ഇത് തമ്മിൽ, ഈ ഓർബിറ്റൽസ് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകും. ഈ റിപ്പൽഷൻ ഒക്കെ കുറക്കാൻ കഴിയുന്ന രീതിയിൽ മാക്സിമം ഡിസ്റ്റൻസിലൊക്കെ പോയി നിന്നിട്ട് അത് സ്പേസിൽ ഇങ്ങനെ ഓറിയന്റ് ചെയ്ത് നിൽക്കും. ഇങ്ങനെ ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടാണ് ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഡിറ്റർമൈൻസ് ദ ജിയോമെട്രി ഓഫ് ദ മോളിക്യൂൾ. അപ്പോൾ നിങ്ങൾക്കുള്ള ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഏതാണ് എന്നുള്ളതാണ് നിങ്ങളുടെ മോളിക്യൂളിന്റെ ജിയോമെട്രിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് sp3 ഹൈബ്രിഡൈസേഷൻ എന്താ നോക്കാം. sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു s ഓർബിറ്റലും മൂന്ന് sp3 ആണ്, അതായത് 3 p ഓർബിറ്റൽ, ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടെ ഇന്റർമിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹൈബ്രിഡൈസേഷനെയാണ് നിങ്ങൾ sp3 ഹൈബ്രിഡൈസേഷൻ അറിയാം. ഇവിടെ നിങ്ങൾ എത്ര ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്യുന്നത്? ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും, അതായത് ടോട്ടൽ 4 അറ്റോമിക് ഓർബിറ്റൽസ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക 4 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും. സോ ഇവിടെ നോക്കൂ, ഇത് നിങ്ങളുടെ s ഓർബിറ്റലാണ്. p ഓർബിറ്റൽ 3 3 ഡയറക്ഷനിൽ നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് p ഓർബിറ്റൽസ് ഉണ്ട്, px, py, pz. സോ ഇത് 4ഉം കൂടെ ഇന്റർമിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റലാണ്. ഇതിൽ കാണുന്ന ഓരോ ലോബും ഓരോ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. സോ ഇത് മാക്സിമം ഡിസ്റ്റൻസിൽ പോയി നിൽക്കുന്ന അതിന്റെ ജിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാഹിഡ്രൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ടെട്രാഹിഡ്രൽ ജിയോമെട്രിയിൽ ഇത് വന്ന് നിൽക്കും. to reduce the mutual repulsion between the hybrid orbitals. So hybrid orbital തമ്മിലുള്ള ഈ മ്യൂച്വൽ റിപ്പൾഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് വന്ന് നിൽക്കുന്ന ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാഹിഡ്രൽ ജിയോമെട്രിയാണ്. ഓക്കെ, ഇനി sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാലോ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും മാത്രം, അതായത് 1ഉം 2 p യും മൊത്തം 3 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് 3 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് തരുന്ന ആ ഒരു ഹൈബ്രിഡൈസേഷൻ ആണ് sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സോ sp2 ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസും ഒരു ട്രഗണൽ പ്ലാനാർ ജിയോമെട്രിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രഗണൽ പ്ലാനാർ ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറിലോട്ട് ഓറിയന്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇതിനാണ് നമ്മൾ ട്രിഗണൽ പ്ലാനാർ ജിയോമെട്രി എന്ന് പറയുക. 2 ഓർബിറ്റൽസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർബിറ്റലും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. ഇതിന് മുന്നുള്ള കേസിൽ എല്ലാ ആംഗിളും സെയിം ആയിരുന്നു. 109.28 ഡിഗ്രിയാണ് ടെട്രാഹെഡ്രലിൽ വരുന്നത്. ഓക്കെ, സോ അടുത്തത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. sp ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും കൂടെ ഇന്റർമിക്സ് ചെയ്തിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ തരികയാണ്. അങ്ങനെ നിങ്ങൾക്ക് 2 ഓർബിറ്റൽസ് മാത്രമാണ് ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ എണ്ണവും 2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 ഓർബിറ്റൽസും 180 ഡിഗ്രി ആംഗിളിൽ ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും ഇങ്ങനെ. ഓക്കെ, 180 ഡിഗ്രി ആംഗിളിൽ. ഇനി അടുത്ത ഇനി 3 ടൈപ്പും കൂടെ പറയാനുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, സോ പിന്നെ വരുന്നത് sp3 ഡീഹൈബ്രിഡൈസേഷൻ. sp3 ഡീഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ സംഭവിക്കുന്നത്? ഒരു മിനിറ്റ്. ഓക്കെ, ഒരു s 3 p 1 d 1 3 1 3 4 1 5 ടോട്ടൽ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഇവിടെ ഫോം ചെയ്യുക. ഈ ഫോം ചെയ്യുന്ന 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രഗണൽ പ്ലാനാർ ജിയോമെട്രിയിലാണ്
നിൽക്കുക ഇങ്ങനെ. ഓക്കെ, നമ്മൾ VSEPR പഠിച്ചിട്ടുള്ള അതേപോലെ തന്നെയാണ് ഷേപ്പുകൾ വരുന്നത്. സോ ഈ 3 ഓർബിറ്റൽസ് 1, 2, 3 ഈ 3 ഓർബിറ്റൽ ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറിലോട്ട് നിൽക്കും. പിന്നെ ഒരു ബോണ്ട് ആ ട്രയാങ്കിളിന്റെ മുകളിലോട്ട്, പിന്നെ ഒരു ബോണ്ട് ട്രയാങ്കിളിന് നേരെ താഴോട്ട്, ഈ ഒരു രീതിയിൽ നിൽക്കും. അപ്പൊ ഇതാണ് sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി sp3d2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജിയോമെട്രി ടെട്രാഹെഡ്രൽ ആണ്. ഈ sp3d ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ അത് 2 ടൈപ്പ് ഓഫ് ബോണ്ട് ഉണ്ട്. ആക്സിയൽ ബോണ്ട് ഉണ്ട്, ഇക്വേറ്റോറിയൽ ബോണ്ട് ഉണ്ട്. ആക്സിയൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിളിന് മുകളിലോട്ടും താഴോട്ടും ആയിട്ട് നിൽക്കുന്ന ഈ 2 ബോണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ആക്സിയൽ ബോണ്ട് എന്ന് പറയാം. ഈ ട്രയാങ്കിളിന്റെ 3 കോർണറിലായിട്ട് നിൽക്കുന്ന ബോണ്ടുകളെയാണ് നമ്മൾ ഇക്വേറ്റോറിയൽ ബോണ്ടുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. 2 ഇക്വറ്റോറിയൽ ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രി ആണ്. sp3d2 എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം 6 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. ഈ 6 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നമുക്കൊരു ഒക്ടാഹെഡ്രൽ ജിയോമെട്രിയാണ് തരുന്നത്. ഓക്കെ, ഒരു ഒക്ടാഹെഡ്രൽ ജിയോമെട്രിയാണ് തരിക. ഇതിലുള്ള എല്ലാ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി sp3d3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെന്റഗണൽ ബൈപിരമിഡ്, ഒരു പെന്റഗണിന്റെ 5 കോർണേഴ്സിലോട്ട് ഓരോ ഓർബിറ്റൽസ് നിൽക്കും. പിന്നെ മുകളിലോട്ട് ഒരു ഓർബിറ്റൽ, താഴത്തോട്ട് ഒരു ഓർബിറ്റൽ, മൊത്തം നിങ്ങൾക്കുള്ളത് 7 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും. സോ ഇതാണ് sp3d3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് മീതേനിന്റെ സ്ട്രക്ചർ നോക്കാം. മീതേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീതേൻ, അതായത് CH4 ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3 ആണ്. ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെ ഇത് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്കറിയാം കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഇങ്ങനെയാണ്: 1s2 2s2 2p2. മൊത്തം 6 ഇലക്ട്രോൺസ് ആണ് കാർബണിലുള്ളത്. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. ആ 6 ഇലക്ട്രോൺസിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരുന്നത്. സോ 1s2 2s2 2p6. ഇനി നമ്മുടെ കാർബൺ 4 ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതായത് ഇതിന് 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ബോണ്ട് ഫോർമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് ആവശ്യമുണ്ട്. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്, അത് തന്നെ ബോണ്ട് ഫോർമേഷൻ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2 ഉള്ളൂ, ഇതില്ലേ 1 2. ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുത്ത് നോക്കുമ്പോൾ ആകെ 2 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ നമുക്ക് 4 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിന്റെ ആവശ്യമുണ്ട്. സോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 2s2 എന്നുള്ളതിലത്തെ ഒരു ഇലക്ട്രോണിനെ ഇവിടെ വേക്കന്റ് ആയി കിടക്കുന്ന 2p ഓർബിറ്റലിലോട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ കാർബൺ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വന്ന് നിൽക്കുന്നതാണ് ഇത്. ഇപ്പൊ വാലൻസ് ഷെല്ലിൽ നമുക്ക് നോക്കൂ, 1 2 1 2 3 4 4 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഇപ്പൊ അവൈലബിൾ ആണ്. ഈ 4 ആൾക്കാരും കൂടെ എന്ത് ചെയ്യും, ഹൈബ്രിഡൈസ് ചെയ്തിട്ട് ഒരു എസും 3 പിയും തമ്മിലാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇതിന് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പുതിയ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഇതിനെല്ലാത്തിനും ഇക്വലന്റ് എനർജിയും ഷേപ്പും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടി. ഈ കിട്ടിയിട്ടുള്ള 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നേരത്തെ പറഞ്ഞ ഓരോന്നിന്റെ ഷേപ്പ് എന്താണെന്നുള്ളത് ഇപ്പോ ഇതിന്റെ സെന്ററിൽ ഇവിടെ സെന്ററിൽ കാർബൺ നിൽക്കുന്നുണ്ട്. കാർബണിൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒരു ടെട്രാഹെഡ്രലിന്റെ 4 കോർണേഴ്സിലോട്ട് നിൽക്കും. ഇനി ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ചിട്ടാണ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, 1s1. അതായത് ഹൈഡ്രജന്റെ s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓരോ ബോണ്ടുകൾ കിട്ടും. സോ ഇതാണ് കാർബണിന്റെ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഇതൊരു ഹൈഡ്രജന്റെ s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് നമുക്ക് ഒരു CH ബോണ്ട് കിട്ടും. ഇവിടെ വേറൊരു CH ബോണ്ട് കിട്ടും, ഇവിടെ വേറൊരു CH ബോണ്ട് കിട്ടും, ഇവിടെ അടുത്ത CH ബോണ്ട് കിട്ടും. അങ്ങനെ നമുക്ക് 4 CH ബോണ്ടുകൾ കിട്ടി. അങ്ങനെയാണ് നമുക്ക് CH4 എന്ന മോളിക്യൂളിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ വരുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് എത്തിലീൻ ആണ്. എത്തിലീൻ അല്ലെങ്കിൽ ഈത്തീൻ എന്നും പറയാം. ഈത്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2H4 എന്ന് പറഞ്ഞ മോളിക്യൂൾ ആണ്. ഓക്കെ, സോ ഇതിലും സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ തന്നെയാണ്. കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നേരത്തെ കാണിച്ചു തന്നു. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, 4 ബോണ്ടുകൾ ഫോം ചെയ്യും. 4 ബോണ്ടുകൾ ടോട്ടലായിട്ട്, അതായത്
പെർ കാർബൺ. ഒരു കാർബൺ 3 ബോണ്ടുകളാണ് ഇവിടെ ആക്ച്വലി ഫോം ചെയ്യുന്നത്. അത് എങ്ങനെയാണുള്ളത് കാണിച്ചു തരാം. സോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിവേ ഇവിടെ നമുക്ക് 2 ഓർബിറ്റൽസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യിക്കും. അങ്ങനെ എക്സൈറ്റ് ചെയ്തതിന് ശേഷം ഒരു എസും 2 പിയും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യും. അങ്ങനെ ഒരു എസും 2 പിയും ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കിട്ടും. പിന്നെ നമുക്ക് ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ഉണ്ടാകും. ആ പി ഓർബിറ്റലിൽ ഒരു സിംഗിൾ ഇലക്ട്രോണും ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാ നിൽക്കുന്നത് നോക്കാം. നമുക്കറിയാം sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ നമുക്ക് ഉണ്ട് എങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ട്രിഗണൽ പ്ലാനാർ ജോമെട്രിയിലാണ് നിൽക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിലോട്ട് ഓരോ sp2 2 കാർബൺ ഉണ്ട്, C2H5 H4 C2 H4ന്റെ ജോമെട്രിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ ഒരു കാർബൺ ഇവിടെ, രണ്ടാമത്തെ കാർബൺ ഇവിടെ, 2 കാർബണിലും 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് വീതമുണ്ട്. സോ ഇതൊരു sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഇതൊരു sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഇത് അടുത്ത sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഇത് അടുത്തത്. അതേപോലെ തന്നെ ഈ കാർബണിലും 3 ഉണ്ട്, 1 2 3. പിന്നെ നമ്മളൊരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കണ്ടില്ല, ഒരു സിംഗിൾ ഇലക്ട്രോൺ മാത്രമുള്ള ആ ഓർബിറ്റലാണ് ഇത്. ഇതാ ഈ കാണുന്നത് ആ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റലാണ്. ഇതിന്റെ അകത്ത് ഒരു സിംഗിൾ ഇലക്ട്രോണും ഉണ്ടാകും. കണ്ടില്ലേ ഇങ്ങനെ. ഇതപ്പോ ആക്ച്വലി എങ്ങനെയാ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മുടെ ട്രയാങ്കിള് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ദെൻ ആ ഒരു ഇതിന്റെ മുകൾ ഭാഗത്തോട്ട് താഴ്ഭാഗത്തോട്ടുമായിട്ട് ആ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നു. എവിടെയാണോ ഈ മോളിക്യൂള് ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിലാണ് നമ്മുടെ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാർബണിലുള്ള ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഓർബിറ്റൽ വെച്ചിട്ട് മറ്റേ കാർബണിന്റെ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്കൊരു കാർബൺ കാർബൺ ബോണ്ട് കിട്ടും. അതാണ് ഈ ബോണ്ട്, കാർബൺ കാർബൺ ബോണ്ട്. ഇനി അടുത്ത sp2 ഹൈബ്രിഡ്, പിന്നെ ബാക്കി 2 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്, അത് വെച്ചിട്ട് ഹൈഡ്രജന്റെ s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് 4 ബോണ്ടുകൾ. അപ്പോൾ 1 2 3 4, അങ്ങനെ 4 ബോണ്ടുകൾ കിട്ടി. ഇനി നമുക്ക് കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ട്. ഈ പൈ ബോണ്ടിന്റെ ഫോർമേഷൻ എങ്ങനെയാന്നുള്ളത് ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, സൈഡ് വൈസ് ഓവർലാപ്പ് നടക്കുമ്പോഴാണ്. സോ ഇവിടെ 2 അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ അൺഹൈബ്രിഡൈസ്ഡ് ഉള്ള പി ഓർബിറ്റൽ സൈഡ് വൈസ് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൈ ഓർബിറ്റൽ കിട്ടും. അപ്പൊ ഈ ഒരു പി 2 ലോബ് കാണുമ്പോൾ 2 ഡിഫറെന്റ് ഓർബിറ്റലാണ് വിചാരിക്കരുത്, ഒരൊറ്റ പി ഓർബിറ്റലാണ്. സോ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു പൈ ഓർബിറ്റലാണ് ഇവിടെ കിട്ടുക. ഓക്കെ, പൈ ബോണ്ടാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് C2H4ന്റെ ജോമെട്രി വരുന്നത്. ഇനി കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിത്രം കൂടി നോക്കുക, ഈ ഒരു ചിത്രം കൂടി നോക്കുക. കണ്ടില്ലേ 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് ഇത്, 1 2 3. ഈ കാർബണിന്റെ 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് ഇത്, 1 2 3. ഇത് നമ്മുടെ ഹൈഡ്രജൻ, ഇത് നമ്മുടെ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ 2 അതിന്റെ സൈഡ് വൈസ് ഇന്ററാക്ഷൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കാർബണിൽ ആ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും എല്ലാം കൂടെ നിൽക്കുന്നത്. ഈ ഇമേജും കൂടി നോക്കി വെക്കുക, ഇതൊക്കെ ഒന്ന് വരക്കാൻ പഠിച്ചു വെക്കണേ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഇനി നമുക്ക് നോക്കാനുള്ളത് അസറ്റീലിന്റെ കേസാണ്. sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. അപ്പോൾ sp എന്ന് പറയുമ്പോൾ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് C2H2 അസറ്റിലീൻ ആണ്, അല്ലെങ്കിൽ ഈതൈൻ എന്ന് പറയാം, ഈതൈൻ. ഓക്കെ, ഈതൈനിന്റെ ജോമെട്രിയാണ് നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത്. സോ നേരത്തെ പോലെ തന്നെ കാർബൺ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എടുത്തു, കാർബണിലെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു എസും 2 പിയും തമ്മിൽ, ഒരു എസും ഒരു പിയും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. പിന്നെ 2 പി ഓർബിറ്റൽ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് ഈച്ച് വിത്ത് ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ഓരോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ള 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഉണ്ടാവും. സോ നമുക്ക് 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയിട്ടുള്ള 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈ ഒരു രീതിയിലാണ്. ഇവിടെ ഒരു കാർബൺ കാണിച്ചു തരാം. ഇതൊരു കാർബൺ, ഇത് പോകുന്നില്ലേ, ഓക്കെ പോയി. ഇവിടെ ഒരു കാർബൺ,
ഇവിടെ ഒരു കാർബൺ. ഈ കാർബണിൽ ഓരോ കാർബണിലും 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. ഇതാ അതിങ്ങനെ ലീനിയർ ഷേപ്പിൽ വന്ന് നിൽക്കും. അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. ഈ കാർബൺ ഒരു sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഈ കാർബണിന്റെ മറ്റൊരു sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് കാർബൺ കാർബൺ ബോണ്ട് കിട്ടും. ദെൻ ഒരു sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കൂടി ബാക്കിയുണ്ട്. അത് ഹൈഡ്രജന്റെ s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബോണ്ട് കിട്ടും. അപ്പൊ നമുക്ക് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് കിട്ടി, കാർബൺ ഹൈഡ്രജൻ ബോണ്ട് കിട്ടി, കാർബൺ ഹൈഡ്രജൻ അടുത്ത ബോണ്ടും കിട്ടി. പിന്നെ നമുക്ക് 2 പൈ ബോണ്ട് ഉണ്ട്. ആ 2 പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ കണ്ടു, നമുക്ക് ഇവിടെ കണ്ടില്ലേ 2 p ഓർബിറ്റൽസ് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓരോ p ഓർബിറ്റലിലും ഓരോ സിംഗിൾ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്യുന്ന p ഓർബിറ്റലാണ് ഏത്? ഒരു മിനിറ്റ്. ഇവിടെ യെസ്, ഇവിടെ അപ്പോ ഇതാണ് നമ്മുടെ sp ഓർബിറ്റൽ. പിന്നെ 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്ന് പറഞ്ഞത് ആദ്യത്തെ ഒന്നാണിത്, രണ്ടാമത്തെയാണിത്. ഇത് രണ്ടും ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒന്ന് എക്സ് ആക്സിസിൽ, ഒന്ന് വൈ ആക്സിസിൽ, ഒന്ന് ഇസഡ് ആക്സിസിൽ. അപ്പോൾ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ 2 p ഓർബിറ്റൽ സൈഡ് വൈസ് ഇന്ററാക്ഷൻ നടത്തിയിട്ടാണ് നമുക്ക് ഈ 2 സിംഗിൾ ബോണ്ടുകൾ, ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ നേരത്തെ നമുക്ക് ഇവിടെ ഉള്ളത് ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും. ഓക്കെ, ഇതാണ് പറഞ്ഞ സിഗ്മ ബോണ്ടിന്റെ കൂടെ മാത്രമേ പൈ ബോണ്ട് വരുള്ളൂ. പൈ ബോണ്ട് ഒറ്റക്കായിട്ട് നിൽക്കൂല. ഇവിടെ പക്ഷേ സിഗ്മ ബോണ്ട് ഒറ്റക്കാണ് നിൽക്കുന്നത്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്മ ബോണ്ട് ഒരു പൈ ബോണ്ടുമാണ്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടുമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, എന്നാലും ഒന്നും കൂടി ഇങ്ങനെ ഓർമ്മിപ്പിച്ച് തരാമെന്നുള്ളൂ. ഇനി അടുത്ത് നമുക്ക് sp3d ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. അപ്പോൾ അത് എക്സാമ്പിൾ വരുന്നത് PCl5 ആണ്. ഇങ്ങനെയാണ് PCl5ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരുന്നത്. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 1s2 2s2 2p6 3s2 3p3 ഈ ഒരു കോൺഫിഗറേഷൻ ആണ് വരുന്നത്. എന്താ ചെയ്യുന്നത്? 3sലുള്ള ഒരു ഇലക്ട്രോണിനെ 3dയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഇത് പിന്നെ വന്നു പോയി. അപ്പോ ഒരാൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, എക്സൈറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ നമുക്ക് ഫോസ്ഫറസിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കിട്ടും. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഈ എസും 3 പിയും ഈ ഒരു ഡിയും ഇതെല്ലാം കൂടെ 1 + 3 + 1 ഈ 5 ഓർബിറ്റലും കൂടെ ഒന്നിച്ച് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 5 പുതിയ sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഈ കിട്ടിയ sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് എങ്ങനെയാ നിൽക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ? ഒരു ട്രിഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചറിലാണ് അത് വന്ന് നിൽക്കുക. ഇനി sp3d2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എക്സാമ്പിൾ പറയാൻ പറ്റും ഈ sf6 ആണ്. അപ്പോൾ ഇതിലത്തെ സെൻട്രൽ ആയിട്ട് എടുക്കുക, അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുക, എന്നിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് വരുന്നത് എഴുതുക. ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. സോ സൾഫറിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p6 3s2 3p 1 2 3 4 3p 4 3d വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് 3sലുള്ള ഒരു ഇലക്ട്രോണിനെ 3dയിലോട്ടും, പിന്നെ ഇവിടെ പെയർഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിന് ആ 2 ഇലക്ട്രോണിനെയും ഇങ്ങനെ 3dയിലോട്ട് രണ്ടുപേരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. ഇപ്പൊ നമുക്ക് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 1 2 3 4 5 6 ഓർബിറ്റൽസ് കിട്ടി. ഈ 6 ഓർബിറ്റലും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഓക്കെ, ഈ കിട്ടിയിട്ടുള്ള sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എല്ലാം എന്ത് ചെയ്യും? ഒരു ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ വന്ന് നിൽക്കും. അങ്ങനെയാണ് ഇതിന് ഒക്ടാഹെഡ്രൽ ജോമെട്രി വരുന്നത്. സോ ഇതാണ് PCl5ന്റെ ജോമെട്രി വരുന്നത്. ഇങ്ങനെയാണ് sf6ന്റെ ജോമെട്രി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്, MOT എന്ന് ചുരുക്കി പറയും. അത് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.